മതി അമ്മാമ. മൃഗം എന്നല്ല പറയണ്ടേ, മൃഗം. ശരി അമ്മാമ, ഞാൻ മൃഗം ഇനി തൊട്ട് പറയുള്ളൂ. എന്നാ അമ്മാമ എനിക്ക് മൃഗത്തിന്റെ കഥ പറഞ്ഞു തരൂ. അമ്മമ്മ ഒരു കുറുക്കന്റെ കഥ പറഞ്ഞു തരട്ടെ? ആ ശരി അമ്മാമ, കഥ തുടങ്ങിക്കോളൂ. കാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം ഏതാ? കുറുക്കനല്ലേ? അമ്മമ്മ ഒരു വാല് പോയ കുറുക്കന്റെ കഥ പറഞ്ഞുതരാം. ആ കുറുക്കന്റെ വാല് എങ്ങനെയാ പോയെന്നറിയോ? എനിക്ക് അറിയില്ല അമ്മാമേ, എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഒരു കുറുക്കനെ ഇര തേടി നടക്കുകയായിരുന്നു. ഇര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇര എന്ന് പറഞ്ഞ ഇറച്ചിയല്ലേ? ഇര എന്ന് പറഞ്ഞാൽ ഇറച്ചിയല്ല, ഭക്ഷണം. ഏത് ഭക്ഷണത്തിനെ നമ്മൾ ഇര എന്ന് പറയും. ശരി അമ്മാമേ, ഞാൻ ഈ ഇരയുടെ മീനിങ് ഞാൻ മനസ്സിൽ വെച്ചോളാം. ഒരു കുറുക്കൻ ഇര തേടി നടക്കുകയായിരുന്നു. അവൻ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ വാല് ഒരു കെണിയിൽ പെട്ടുപോയി. കെണി എന്ന് പറഞ്ഞാൽ ട്രാപ്പ്. ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയി. പല തരത്തിലും അവൻ നോക്കി, വാലൊരു തരത്തിലും അവന് എടുക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭയങ്കര ശക്തി ഉപയോഗിച്ച് ഒരൊറ്റ ചാട്ടം ചാടിയപ്പോൾ അവൻ്റെ വാല് മുറിഞ്ഞുപോയി. അവൻ അങ്ങനെ രക്ഷപ്പെട്ട് കാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വാലൊക്കെ ഉണങ്ങി ശരിയായി. പക്ഷെ മുറിവാലായി എന്ന് മാത്രം. ഈ മുറിവാലും കൊണ്ട് അവൻ മറ്റുള്ള കുറുക്കന്മാരുടെ അടുത്തൊക്കെ ചെന്നു. അവരെല്ലാം അവനെ കളിയാക്കാൻ തുടങ്ങി. ദേ വരുന്നു മുറിവാലൻ കുറുക്കൻ. അപ്പോൾ അവന് തോന്നി, മറ്റുള്ളവരുടെയൊക്കെ വാൽ എങ്ങനെയെങ്കിലും മുറിപ്പിക്കണം, എന്നാലേ എനിക്ക് മാനം കിട്ടുള്ളൂ. അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? എല്ലാവരുടെയും കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടി, കുറുക്കന്മാരുടെ. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാല് നോക്ക്, എനിക്ക് മുറിവാലേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു അസൗകര്യവും ഇല്ല. നിങ്ങൾക്ക് ഈ വലിയ വാലുണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് ഈ നീളമുള്ള വാല് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാല് മുറിക്കണം. ഞാൻ അതിനുള്ള ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എല്ലാ കുറുക്കന്മാരും ഒന്ന് ആലോചിച്ചു, വാല് മുറിക്കണോ? വാല് മുറിച്ചാൽ വല്ല സുഖവും കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ വയസ്സായിട്ടുള്ളൊരു കുറുക്കൻ പറഞ്ഞു, അതെ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിൻ്റെ വാല് കെണിയിൽ പോയപ്പോഴല്ലേ ഇങ്ങനെ മുറിഞ്ഞു പോയത്? ഞങ്ങളുടെ വാലൊന്നും കെണിയിൽ പോയിട്ടില്ലല്ലോ. അങ്ങനെ കെണിയിലെങ്ങാനും പെട്ടുപോയാൽ അന്നേരം ഞങ്ങൾ ഞങ്ങളുടെ വാല് മുറിച്ചോളാം. ഇപ്പം എന്തായാലും ഞങ്ങൾ മുറിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഈ വാലും കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞോളാം. അത് കേട്ട് നമ്മുടെ കുറുക്കൻ ലഭ്യനായിപ്പോയി. അതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? മറ്റുള്ളവരുടെ ഉപദേശം നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പാടില്ല. അതിൻ്റെ തെറ്റും ശരിയും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഉപദേശം സ്വീകരിക്കാൻ. മനസ്സിലായ അമ്മാമ? ഇത് നല്ല കഥയാണ്.